ഹലോ. അപ്പം എല്ലാവരും എന്ത് പറയണു? നമുക്കൊരു പുതിയൊരു ട്രിപ്പ് പോയാലോ? വെർജീനിയക്ക് പോയാലോ? ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് വെർജീനിയക്ക്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3.5 hour ഡ്രൈവ് ഉണ്ടാവും കേട്ടോ. ഞങ്ങളിങ്ങനെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ കൂടെ പോവാണ്. അവരെ വേറൊരു വാനിൽ ഫ്രണ്ടിലുണ്ട്, ഞങ്ങൾ ബാക്കിൽ ഇങ്ങനെ അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾക്കപ്പോൾ എനിക്ക് സംസാരിക്കാൻ വേണ്ടി വോക്കി ടോക്കി ഒക്കെ തന്നുണ്ട് അവർ. ഇപ്പോൾ ഒരാൾ ലോസ്റ്റായി പോയാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. കണ്ടതിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് വോക്കി ടോക്കി. ഞങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പിറ്റ്. പിന്നെ ഇതൊരു 3.5 hour ഡ്രൈവ് ഉള്ളൂ, അതാണ് വലിയ കുഴപ്പമില്ല. പോണ വഴിയാണ് കണ്ടോ, ഫുൾ മരങ്ങളൊക്കെ അവിടെ കളറ് മാറി നിൽക്കുകയാണ്. ഇവിടെ ആക്ച്വലി ഞങ്ങൾ ഫോൾ സീസണാണിത്. നമ്മുടെ നാട്ടിലൊന്നും അതില്ലാന്ന് തോന്നുന്നു. ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് തുടങ്ങണതിന് മുന്നേ പഴുത്ത് ചുമന്ന് നിൽക്കുന്ന സമയം. നല്ല ഭംഗിയാണ് കാണാൻ. ഞങ്ങളിപ്പോൾ ഒരു റെസ്റ്റ് ഏരിയയിൽ നിർത്തിയേക്കാണ്. നമുക്കിപ്പോൾ അങ്ങനെ ഇവിടെ കുറേ അങ്ങനെ ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ. നമ്മൾ പോണ വഴി ഇങ്ങനെ കുറേ റെസ്റ്റ് ഏരിയകളുണ്ടാവും. അപ്പം നമുക്കിപ്പം ടോയ്ലറ്റിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് വണ്ടി നിർത്തി ഫുഡ് കഴിക്കണമെങ്കിലോ ഒക്കെ അവിടെ ഇങ്ങനെ സ്പേസ് ഉണ്ടാവും. വേസ്റ്റ് ബിൻസ് ഉണ്ടാവും, പിന്നെ അതുപോലെ സ്നാക്സ് കഴിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും. അതായത് മറ്റേ വെൻഡിങ് മെഷീൻസ് ഉണ്ടാവും. കോയിൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ പൈസ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്നാക്സ് കിട്ടും. അങ്ങനെ നമുക്ക് ഇവിടെ അങ്ങനത്തെ ഫെസിലിറ്റീസ് കുറച്ച് കൂടുതലാണ്. ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിലും നമ്മളിപ്പോൾ റെസ്റ്റ് റൂമൊക്കെ പോകണമെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിലോ അങ്ങനെയൊക്കെ പോകണ്ടേ. ഇതാകുമ്പോൾ ഇവിടുത്തെ കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചത് നാട്ടിലത്തേനും നല്ല വൃത്തിയായിരിക്കും. അവർ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ഞങ്ങളിങ്ങനെ റെസ്റ്റ് ഏരിയയിൽ നിന്നൊക്കെ പോയി ഇറങ്ങി ഇങ്ങനെ നടക്കാണ്. ഞങ്ങൾ ശരിക്കും വിചാരിച്ച അന്ന് അധികം തണുപ്പുണ്ടാവില്ല എന്ന്, പക്ഷെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. കണ്ട നീലാകാശം, പച്ചക്കടലില്ല. നല്ല രസമാണ് പോണ വഴി കാണാൻ. ഞങ്ങളങ്ങനെ ഫൈനലി ഡ്രൈവ് ചെയ്ത് റൂമിലെത്തി. ഇങ്ങനെ കംഫർട്ട് എന്ന് പറഞ്ഞൊരു റൂം, ഒരു ഹോട്ടൽ റൂമാണ് എടുത്തിരുന്നത്. അത്യാവശ്യം ഇവിടെ റീസണബിളായിട്ട് കിട്ടണ ഒരു ഹോട്ടൽ ചെയിനാണത്. ഇതാണ് ഞങ്ങളുടെ റൂം. കുട്ടാപ്പി റൂം എത്തിയത് മോട്ടം തുടങ്ങി. അവൻ ക്യാമറ കണ്ടത് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വർത്താനം പറയാൻ നോക്കായിരുന്നു. നമ്മുടെ ഇവിടുത്തെ റൂമുകളിൽ ഒരു ബേസിക് അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഒരു മൈക്രോവേവ് ഓവൻ ഉണ്ടാവും, ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ടാവും, പിന്നെ അയൺ ബോക്സ് ഉണ്ടാവും,
പിന്നെ ആ ഇത്ര, പിന്നെ ഒരു കോഫി മെഷീൻ ഉണ്ടാവും. ഇത്രയുമാണ് ഒരു ബേസിക് സംഭവങ്ങളുണ്ടാവും. അപ്പോൾ ഇൻ കേസ് നമുക്ക് വേണമെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നാലും റൂമിനകത്ത് ചൂടാക്കി അങ്ങനെ കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഞങ്ങൾ റൂമിൽ നിന്ന് ഇപ്പോൾ രാത്രി ഇറങ്ങി 2 വണ്ടിയിൽ വന്നിരുന്ന ആൾക്കാർ ഇപ്പോൾ ഒരു വണ്ടിയിലായിരിക്കും. അവൻ്റെ വാനായിരുന്നു. അപ്പം ഞങ്ങൾ ഇപ്പം വാഷിങ്ടൺ DC-ലാണ് ഇപ്പം ഞങ്ങൾ പോകണ്ടായത്. അപ്പോൾ അവിടെ പോയി പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അതാണ് ഞങ്ങൾ 2 ഫാമിലിയും കൂടി ഒറ്റ വണ്ടിയിൽ പോകണം. നല്ല തണുപ്പായിരുന്നു അന്ന് രാത്രി. ഞങ്ങളൊക്കെ വിറച്ച് ഇരിക്കുകയാണ്. ജാക്കറ്റ് ഇട്ടിട്ടും കൈയൊക്കെ ഇങ്ങനെ കോച്ചി വലിക്കായിരുന്നു. നമ്മളിപ്പോൾ പോണത് വാഷിങ്ടൺ DC, അതായത് ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ എന്ന് പറയുന്ന വാഷിങ്ടൺ DC-ലെ കുറച്ച് മോണ്യുമെൻറ്റ്സ് കാണാൻ വേണ്ടിയായിരുന്നു. രാത്രി കാണാനും അതിന് വേറൊരു ഭംഗിയാണ്, രാവിലെ കാണാനും ഭംഗിയായിരുന്നു. പക്ഷെ ഞങ്ങളന്ന് പോയത് രാത്രി സമയം അത്ര ശരിയല്ല. എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പും കാറ്റായിരുന്നു. അതായത് നമുക്ക് അധികം നേരം പുറത്ത് നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് നോക്കി ഷൂട്ട് ചെയ്യാൻ. ഇപ്പം ഞങ്ങളിങ്ങനെ വൈറ്റ് ഹൗസ് കാണാൻ പോണ പോക്കാണ്. ശരിക്കും നിങ്ങൾക്കറിയാമായിരുന്നു വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോമ്പൗണ്ടിനുള്ള ആക്ച്വലി 3 ബിൽഡിംഗ് ഉണ്ടാവും. അതായത് ഒരു നോർത്തേൺ സൈഡ്, ഒരു സദേൺ സൈഡും ഒരു മെയിൻ എക്സിക്യൂട്ടീവ് റെസിഡൻസ് എന്ന് പറഞ്ഞ സ്ഥലം. ഈ എക്സിക്യൂട്ടീവ് റെസിഡൻസിൻ്റെ ഉള്ളിലാണെന്ന് ഇങ്ങനെ പ്രസിഡന്റ് താമസിക്കണത്. ശരിക്കും എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് ഇങ്ങനെ വർത്തമാനത്തിനിടയിൽ മനസ്സിലാക്കിയതാണ് ഇതൊക്കെ. ശരിക്കും എന്തോ ഒരു നല്ലോണം എന്ന് വെച്ചാൽ നമ്മുടെ വേൾഡിൽ തന്നെ ഏകദേശം ഏറ്റവും ഹയസ്റ്റ് സെക്യൂരിറ്റി കൊടുക്കുന്ന ഒരു റെസിഡൻസ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് അല്ലേ അത്. ഇപ്പോഴും അതിനകത്ത് ഹിഡൻ റൂംസും അതിനകത്ത് അല്ലെങ്കിൽ മറ്റേ പ്രസിഡന്റ് രക്ഷപ്പെടാൻ ഇൻ കേസ് ഓഫ് എമർജൻസി രക്ഷപ്പെടാൻ പറ്റുന്ന കുറേ വഴികളൊക്കെ ഉണ്ടെന്ന്. ഇപ്പോഴും ആർക്കും അറിയില്ല അതിൻ്റെ ഉള്ളിലെ രഹസ്യങ്ങൾ ഫുൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് നോർത്തേൺ സൈഡാണ് അതിൻ്റെ. ഇനി ഇത് ഒരു കോമ്പൗണ്ടാണ്. ശരിക്കും ഇവിടേക്കൊക്കെ ഫുൾ മറ്റേ ട്രാഫിക്കൊന്നും ഒക്കെ ഫുൾ എന്താ പറയുക സ്റ്റോപ്പ് ചെയ്തിട്ട് ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആക്സസ് ഉള്ള സ്ഥലമാണ്. ഇപ്പം നമ്മൾ കാണുന്ന ഇത് നമുക്ക് നടന്നിങ്ങനെ അതൊരു പാർക്ക് പോലെയാണ്. അപ്പം ഇത് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഭാഗം. പിന്നെ ശരിക്കുള്ള എക്സിക്യൂട്ടീവ് റെസിഡൻസിൻ്റെ അവിടേക്ക് പോകാൻ ഇത്ര അടുത്ത് പോകാൻ പറ്റില്ലായിരുന്നു. അവിടെയാണ് ആക്ച്വലി ഫസ്റ്റ് ലേഡി, അതായത് പ്രസിഡന്റിൻ്റെ ഭാര്യയും പ്രസിഡന്റും US പ്രസിഡന്റും ഒക്കെ താമസിക്കുന്നത്. ഈവൻ വൈസ് പ്രസിഡന്റും അവരുടെ ഡയറക്റ്റ് റിലേറ്റീവ്സ് അങ്ങനെയുള്ളവരൊക്കെ അവിടെ താമസിക്കുന്നത്. ജോലിക്കുള്ളവർ അവിടെ ഏകദേശം 132 റൂമും 32 ബാത്റൂമും ഒക്കെ ഉണ്ട്. നമുക്ക് ശരിക്കും ഞെട്ടിപ്പോവും വൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലത്തെ ഓരോ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ. ഇപ്പം അതിനകത്ത് മറ്റേ ബൗളിംഗ് ഇല്ലേ, ബൗളിംഗ് ചെയ്യില്ലേ നമ്മൾ, ബൗളിംഗ് ആലി അതുണ്ട്. പിന്നെ മൂവി തിയേറ്റർ, അത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം. മൂവി തിയേറ്റർ ഉണ്ട്. സ്വിമ്മിംഗ് പൂൾ ഓഫ് കോഴ്സ് എന്തായാലും ഉണ്ടാവും. ടെന്നീസ് കോർട്ട് ഉണ്ടെന്ന് നടക്കാണ് പറയണത്. ഈ വൈറ്റ് ഹൗസിൻ്റെ എക്സിക്യൂട്ടീവ് റെസിഡൻസ് എന്ന് പറഞ്ഞ ബിൽഡിങ്ങില്ലേ, അതിൻ്റെ ഏറ്റവും മുകളിൽ എപ്പോഴും ഇങ്ങനെ തോക്കായിട്ട് റെഡി ആയിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടാവും എപ്പോഴും. പ്രത്യേകിച്ച് പ്രസിഡന്റ് എൻട്രി ചെയ്യുമ്പോഴും എക്സിറ്റ് ചെയ്യുമ്പോഴുള്ള സമയത്ത് അവരെപ്പോഴും ഇങ്ങനെ അവർ ഈ സീക്രട്ട് സർവീസ് എന്ന് പറഞ്ഞ ഒരു ടീമാണ് ഇത് മൊത്തം
അതായത് സെക്യൂരിറ്റി ഫുൾ എൻഷുർ ചെയ്യണം. അപ്പോൾ അവരെപ്പോഴും ഈ സ്നൈപ്പേഴ്സിനെ, ഈ മുകളിൽ തോക്കും വെച്ച് പിടിച്ച് നിൽക്കുന്ന സ്നൈപ്പേഴ്സിനെ എവ്രി ഇയർ അവർ സ്ക്രീൻ ചെയ്യുമെന്നാണ് പറയണത്. ഇത്രയും ദൂരത്തേക്ക് അവർക്ക് ടാർഗറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന്. ഇതിപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എക്സിക്യൂട്ടീവ് റെസിഡൻസ് ദൂരെ നിന്ന് കാണാൻ വേണ്ടി പോവാണ്. പക്ഷെ അത് കുറച്ച് പാടായിരുന്നു നമുക്ക് ക്യാമറയിൽ കാണിക്കാൻ. കാരണം അത് കുറേ ദൂരം എന്ന് വെച്ചാൽ ക്യാമറയിൽ അധികം കാണുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ആ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ കാണുന്നതാണ് വാഷിങ്ടൺ മോണ്യുമെൻ്റ് എന്ന് പറഞ്ഞ ഒരു ഇത് മോണ്യുമെൻ്റ്. അതിങ്ങനെ നമ്മുടെ നാട്ടിലെ കുത്തബ് മിനാർ, ഇന്ത്യയിലെ കുത്തബ് മിനാർ പോലെ തന്നെ ഉണ്ടാവും കാണുമ്പോൾ. അത് ജോർജ് വാഷിങ്ടൺ പ്രസിഡന്റിന് ഒരു മെമ്മോറിയൽ ആയിട്ടാണ് അത് ഉണ്ടാക്കിയത്. ഈ വാഷിങ്ടൺ മോണ്യുമെന്റ്, പിന്നെ ഒരു നമ്മൾ കാണാൻ പോണ ഒരു ലിങ്കൺ മെമ്മോറിയൽ ഉണ്ട്, പിന്നെ ക്യാപിറ്റോൾ. ഈ മൂന്നെണ്ണം ശരിക്കും ഒറ്റ ലൈനിലായിരിക്കും കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ ലിങ്കൺ മെമ്മോറിയലിലേക്ക് പോകണം. ലിങ്കൺ മെമ്മോറിയൽ എന്ന് പറയുന്നത് നമ്മുടെ എബ്രഹാം ലിങ്കൺ ഇല്ലേ, എബ്രഹാം ലിങ്കൺ വേണ്ടി ഒരു മെമ്മോറിയൽ പോലെ ഉണ്ടാക്കി വെച്ചാണ് ഒരു ബിൽഡിംഗ് അല്ല, ഒരു കുഞ്ഞൊരു ബിൽഡിംഗ് എന്ന് പറയാം. അത് ഒരു ശരിക്കും എന്താ പറയുക, ഒരു ഗ്രീക്ക് ആർക്കിടെക്ചർ പോലെയാണ് അത് ഉണ്ടാക്കിയാണ് അവർ. അതിൻ്റെ ആ ഫ്രണ്ടിലെ പില്ലേഴ്സ് മൊത്തം എന്താ ഈ എബ്രഹാം ലിങ്കൺ ഉണ്ടായിരുന്നപ്പോൾ എത്ര സ്റ്റേറ്റ്സ് ആണോ ഉണ്ടായിരുന്നത്, അതായത് അന്ന് 38ഓളം സ്റ്റേറ്റ്സ് ഉണ്ടെന്നാണ്, 36ഓളം സ്റ്റേറ്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കണത്. അപ്പം 36 സ്റ്റേറ്റ്സ് അന്നത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഓരോ പില്ലർ. അതുപോലെ ആ എബ്രഹാം ലിങ്കൺ ആ മെമ്മോറിയലിൻ്റെ അവിടേക്ക് നമ്മൾ ചവിട്ടുപടികളില്ലേ, കയറി പടികൾ ഏകദേശം 58ഓളം ഉണ്ട്. ഈ 58 എന്ന് പറയുന്നത് എബ്രഹാം ലിങ്കൺ മരിച്ച സമയത്ത് എത്രയാണോ ഏജ് ആയിരുന്നത് അതാണ്. അതായത് എബ്രഹാം ലിങ്കൺ 58 വയസ്സായിരുന്നു മരിച്ചപ്പോൾ. എന്താല്ലേ ഓരോ സംഭവത്തിനും ഇവിടെ ഉണ്ടാക്കി വെച്ചതിന് എന്തെങ്കിലും ചെറിയ സംഭവമാണെങ്കിലും അതിനും ഓരോ സിഗ്നിഫിക്കൻസ് ഉണ്ടാവും. ഇതാണ് ലിങ്കൺ മെമ്മോറിയൽ എന്ന് പറയുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് ശരിക്കും സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ആ പില്ലേഴ്സിൻ്റെ ഇടയിൽ കൂടെ ഒരു വൈറ്റ് കളർ, അതാണ് ശരിക്കും എബ്രഹാം ലിങ്കണിൻ്റെ ആ ഒരു പ്രതിമ എന്ന് പറയുന്നത്. ഒരു ഇരിക്കണ ഒരു പ്രതീതിയിലാണ് ഉണ്ടാക്കി വെച്ചാണ് അവിടെ. ശരിക്കും നമുക്ക് ആ ഇത് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ഒരു ഭയങ്കര ഒരു പവർഫുൾ മാനായിരുന്നു എന്ന് നമുക്ക് ആ ഫീലിംഗ്. ഇത് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ കാവേൺസ് കാണാൻ പോവാണ്. കാവേൺസ് എന്ന് പറയുന്നത് ഇവിടെ ഈ ലൈം സ്റ്റോൺ ഫോർമേഷൻസ് എന്ന് പറയും. അതായത് നാട്ടിൽ ഒരു ഗുഹ പോലെ, പക്ഷെ ആ ഗുഹ എങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്താ കാൽഷ്യം ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് വെള്ളമൊക്കെ ആയിട്ട് മിക്സായി അങ്ങനെ വരണ ഓരോരോ ഫോർമേഷൻസ് പോലെ. അതായത് ഓരോരോ ഷേപ്പിലൊക്കെ ഓരോ പാറകൾ എന്ന് പറയാം. ശരിക്കും ലൈം സ്റ്റോൺ എന്ന് അതിനെ പറയണേ ശരിക്കും. അതിപ്പോൾ നിങ്ങൾക്ക് കാണാം ശരിക്കും, അത് കാണുമ്പോൾ ആ കാവേൺസ് എന്നാ പറയണ അതിന്. ഇത് വെർജീനിയ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതായത് വാഷിങ്ടൺ DC-ന്ന് കുറച്ചേ ഉള്ളൂ വെർജീനിയ, അതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റേറ്റ് തന്നെയാണ്. അപ്പം ഞങ്ങൾ താമസിച്ചിരുന്നത് വെർജീനിയയിലായിരുന്നു. എന്നിട്ട് DC-യിലേക്ക് ഇന്നലെ രാത്രി കാണാൻ പോയിട്ട് പിന്നെ തിരിച്ച് റൂമിൽ വന്ന് ഇന്ന് രാവിലെ പിന്നെയും കാവേൺസ് കാണാൻ വന്നേക്കാം. കാവേൺസ് കാണാൻ ഭയങ്കര രസമാണ് ശരിക്കും. ഓരോ കാവേൺസ് നമ്മുടെ നാട്ടിൽ ഓരോ ഗുഹകൾ കണ്ടുപിടിക്കില്ലേ, അതുപോലെ ഇവിടെ ഓരോ കാവേൺസ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഇടയിലും ഓരോ സ്റ്റോറി ഉണ്ട്.
ഇതിപ്പോ ഞങ്ങൾ പോകുന്നത് ഗ്രാൻഡ് കാവേൺസ് എന്ന് പറഞ്ഞിട്ടൊരു കാവേൺസാണ്. ഇത് ആ കേവ് ശരിക്കും ഒരു കേവ് തന്നെയാണ്. അതിൻ്റെ ഉള്ളിലെ ഫോർമേഷൻസ് ഉണ്ടെന്നേ ഉള്ളൂ. ആ കേവിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഓരോ സാധനത്തിൻ്റെയും, അതായത് ഇപ്പോൾ മൂങ്ങ ഉണ്ടായിരുന്നു, അതുപോലെ ഈഗിൾ ഉണ്ടായിരുന്നു, അങ്ങനെ ഓരോരോ മൃഗങ്ങൾ അവർക്ക് ഈ കേവ്സിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതായി കാണുന്നത് മൊത്തം. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ അവർ സ്റ്റഫിങ് ചെയ്തിട്ട് ആൾക്കാർക്ക് കാണാൻ വേണ്ടി വെച്ചേക്കാം. ചിലതിൻ്റെ ഒന്നും പേര് പോലും കേട്ടിട്ടില്ല. പാമ്പ്, അതുപോലെ കുറുക്കൻ, അങ്ങനെ കുറേ സംഭവങ്ങൾ, ചെറിയ ചെറിയ ജന്തുക്കൾ. കാരണം ഇതിങ്ങനെ ഒരു ഇരുട്ടായിരുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അതിനകത്ത് ഒരു തരി ലൈറ്റ് പോലും ഉണ്ടായിരുന്നില്ല ആൾക്കാർ കണ്ടെത്തുന്നത് വരെ. കണ്ടെത്തിയതിന് ശേഷമാണ് ഈ മൃഗങ്ങളൊക്കെ വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവുക. ഇതാണ് അതിൻ്റെ ഫോട്ടോ, അതിൻ്റെ ഉള്ളിലത്തെ ശരിക്കുള്ള ഫോട്ടോ. എത്രത്തോളം ഞങ്ങൾക്കത് ഫിൽം ചെയ്യാൻ പറ്റിയെന്ന് അറിയില്ല. പക്ഷെ നിങ്ങൾ നല്ലോണം ഇങ്ങനെ നോക്കി നോക്കി, ഞങ്ങൾക്ക് മാക്സിമം എടുക്കാൻ പറ്റണമെന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ സ്പോട്ട് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്നൊക്കെ. ഇത് കണ്ടുപിടിച്ചത് ഒരു നമ്മുടെ ഡിസ്റ്റിലറി ഒക്കെ ഉണ്ടാവില്ലേ, വൈൻ ഡിസ്റ്റിലറി, അങ്ങനെയൊക്കെ. അതിനകത്ത് ഉണ്ടായിരുന്ന ഏതോ ഒരു വർക്കർ, അയാളിങ്ങനെ ഹണ്ട് ചെയ്യാൻ വേണ്ടി ട്രാപ്പുകൾ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതോ ഒരു ട്രാപ്പ് അയാൾക്ക് കിട്ടാതെ അത് അന്വേഷിച്ച് നടന്ന് അങ്ങനെ കണ്ടുപിടിച്ചതാണ്. പിന്നെ ചിലർ പറയുന്നുണ്ട് ഇത് അവരുടെ ഇതുണ്ടാവില്ലേ, ആടുമാടുകളൊക്കെ കാണാണ്ട് പോയിട്ട് അവരെ തേടി നടക്കണ സമയത്ത് ഇങ്ങനൊരു ഗുഹ കണ്ടെത്തിയതാണെന്നും പറയുന്നുണ്ട്. ബേർണാഡ് വെയർ എന്നാണ് ഈ ഗ്രാൻഡ് കാവേൺസ് കണ്ടുപിടിച്ച ആളുടെ പേര് കേട്ടോ. അതാണ് ആ ഡിസ്റ്റിലറിയിൽ വർക്ക് ചെയ്തിരുന്ന വർക്കറിന്റെ പേര്. ഇതിന് വെയേൺസ് കേവ് എന്നും പിന്നെ അതിന് മുന്നേ പേരുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരിയായിരുന്നു ഞങ്ങളുടെ ഗൈഡ്. ആള് നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിപ്പം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് റൂട്ട് മാപ്പാണ്. കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂട്ടം തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ വഴിയില്ല പുറത്തേക്ക് ഇറങ്ങാൻ. അതായത് ഇരുട്ടായിരിക്കും മൊത്തം. ഇവരായിട്ട് വെച്ചാണ് ലൈറ്റുകളാണ്, അല്ലാതെ നാച്ചുറൽ ലൈറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഉണ്ടാവില്ല. നാച്ചുറൽ ലൈറ്റ് ഉണ്ടാവില്ല, കാരണം ഹോള് അങ്ങനെ മുകളിലേക്ക് ഭൂമിയുടെ അടിവശമാണ് മൊത്തം. അപ്പോൾ ലൈറ്റിനെ ഇറങ്ങി വരാൻ സ്ഥലമില്ല. ഈ പുള്ളിക്കാരി മൊത്തം അതിനകത്ത് റൂട്ട് പറയായിരുന്നു, റൂട്ട് ഓപ്ഷൻസ്, എങ്ങനെയാണ് ഈ ഫോർമേഷൻസ് ഉണ്ടായത്, പിന്നെ ഈ കാൽഷ്യം ഡെപ്പോസിറ്റൊക്കെ ഭൂമിയുടെ ഉള്ളിലുള്ള മറ്റേ സുഷിരങ്ങളിൽ കൂടെ ഇറങ്ങി താഴേക്ക് പോയിട്ട് അങ്ങനെ ഓരോ ഫോർമേഷൻസ് ഉണ്ടായതാന്ന് പറയണം. പിന്നെ നമ്മൾ ശരിക്കും അതിൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം, കാരണം കുറച്ച് സ്ലിപ്പറി ആയിരിക്കും സ്റ്റെപ്പുകളൊക്കെ. പിന്നെ ഇവരായിട്ട് ഇങ്ങനെ നമുക്ക് എന്താ ടൂറിസ്റ്റിന് വരാൻ വേണ്ടി ഇങ്ങനെ സ്റ്റെപ്പുകൾ പണിത് വെച്ചാണതും, അതുപോലെ റെയിലുകളൊക്കെ വെച്ചിട്ടുണ്ട്, ഹാൻഡ് റെയിൽസൊക്കെ. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും അങ്ങനെ കാല് തെറ്റി വീഴണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട്. ശരിക്കും അതിൻ്റെ ഉള്ളിൽ വേറൊരു ലോകമാണ്. നിങ്ങൾക്ക് ശരിക്കും കണ്ടാൽ എത്രത്തോളം ഫീൽ ആവുമെന്ന് അറിയില്ല, പക്ഷെ എന്നാലും ഒന്ന് കണ്ടു നോക്ക്. ഇപ്പം നമ്മൾ കാവേൺസിൽ എൻട്രി ചെയ്യാൻ പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അന്ന്. എന്നുവെച്ചാൽ ഞാൻ കാവേൺസ് കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പം അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെന്റ്. ശരിക്കും ഭൂമിയിലെ അടിയിലൊരു വേറൊരു ലോകം. ഇപ്പൊ പറയുമ്പോൾ കൂടി ആ ഫീലിംഗ് കിട്ടുന്നുണ്ട്. കണ്ടതേ ഇപ്പൊ നമ്മൾ കേറാണ്. ആ കേറി ചെല്ലുമ്പോ തന്നെ കണ്ട മുകളിൽ മൊത്തം ഇങ്ങനെ വേറെ തന്നെ ഒരു ഫോർമേഷൻസ് കണ്ട, എന്ത് ഭംഗിയല്ലേ. അതിനും പുറകെ അവര് ലൈറ്റും ഇട്ട് അങ്ങനെ അത്രയ്ക്ക് നമുക്ക് കണ്ണിന് കുളിർമയേകാൻ വേണ്ടി ഓരോ ഇതുകൾ ചെയ്യാന്ന് പറയില്ലേ, ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഈവൻ ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ലൈറ്റ് അവരിട്ടുണ്ട്.
ആ മുകളിലൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട്, മറ്റേ നമ്മുടെ വീട്ടിലൊക്കെ ഷാൻഡ്ലിയറൊക്കെ തൂക്കിയിടില്ലേ, ലൈറ്റുകളൊക്കെ അതുപോലത്തെ ആ ഷേപ്പിലൊക്കെ. അതിനകത്ത് അത്ര ലൈറ്റിംഗ് ഒന്നും ഉണ്ടായില്ലായിരുന്നു, പക്ഷെ ഉള്ള ലൈറ്റിൽ വെച്ച് ഞങ്ങൾ ഇതിപ്പം ഷൂട്ട് ചെയ്തത്. ഇപ്പൊ ഗൈഡ് ആ ടോർച്ച് ലൈറ്റ് വെച്ചിട്ട് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കുക. ഇവർ പറയുന്നത് എന്ന് വെച്ചാൽ ഇവരെങ്ങനെയാണ്, നമുക്കിപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഒരേ സംഭവം തന്നെ കുറേ നേരം കണ്ടു കഴിയുമ്പോൾ ബോറടിക്കില്ലേ. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ഓരോന്നിനെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അത് ഡിസ്ക്രൈബ് ചെയ്ത് തരണം. അതായത് ഇപ്പോൾ ഇവർ പറയും, ഇവരിങ്ങനെ ഈ കാവേൺസിനെ തന്നെ പല പല ഭാഗങ്ങളായിട്ട് വേർതിരിച്ചേക്കാം. അതായത് ഒരെണ്ണം ബോൾ റൂം, അതായത് നമ്മൾ ഡാൻസ് ബോൾ റൂമില്ലേ, ശരിക്കും ഒരു ഡാൻസ് കളിക്കുന്ന ഒരു ബോൾ റൂം എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടാവും ഒരു റൂം കാണുമ്പോൾ, അതായത് ഒരു സെക്ഷൻ കാണുമ്പോൾ. അതുപോലെ പിന്നെ ഇങ്ങനെ ഓരോ ഇതുപോലെ ഫോർമേഷൻസ്, ചിലത് കാണുമ്പോൾ മറ്റേ മുതലയുടെ വായ പോലെ ഉണ്ടാവും, ചിലത് കാണുമ്പോൾ ഈഗിള് പോലെ ഉണ്ടാവും. അപ്പം അതുപോലത്തെ രീതിയിൽ അവരത് ആലോചിച്ചെടുത്താണ് ഡിസ്ക്രൈബ് ചെയ്യണത്. അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്കത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ ഒട്ടും ബോറടിച്ചില്ല ഞങ്ങൾക്കന്ന്. ചിലർ പറയണ കേട്ടിട്ടുണ്ട്, ഞാനിങ്ങനെ ഒരേ കാര്യങ്ങളൊക്കെ കേട്ട് എത്ര നേരം നമ്മൾ ഇതേ സെയിം സംഭവം തന്നെ കണ്ടുകൊണ്ടിരിക്കും, അവർക്ക് എന്തോരം ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇങ്ങനത്തെ രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്ത് തരണ കാരണം, അതായത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളായിട്ട് പറഞ്ഞു തരണ കാരണം ബോറടിച്ചില്ല. ശരിക്കും നമുക്ക് ചില ഫോർമേഷൻസ് കാണുമ്പോൾ പേടിയാവും, ഇങ്ങനെ മുള്ളു പോലെ ഇരിക്കും, എപ്പോഴാ താഴെ വീഴാന്ന് അറിയില്ല. അവർ ഓരോ ഫോർമേഷൻസും എടുത്ത് പറയണം. ശരിക്കും അതിനകത്ത് പുറത്ത് എത്ര ടെമ്പറേച്ചർ, അതായത് ഇപ്പം ഈ വെർജീനിയയിലൊക്കെ പുറത്തിപ്പം എന്താ പറയുക, ഒരു ഭയങ്കര തണുപ്പാണെങ്കിലും ഈവൻ സ്നോ ആണെങ്കിലും ഉള്ളിൽ ഒരു 15 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ ഒരു അത്ര വലിയ തണുപ്പിലേക്കും പോവില്ല, വലിയ ചൂടിലേക്കും പോവില്ല, എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും ഈ കാവേൺസിന്റെ ഉള്ളിലത്തെ ടെമ്പറേച്ചർ. അതും ഒരു വലിയ അതിശയമല്ലേ. അവിടെയൊക്കെ അവർ ഹാൻഡ് റെയിൽസ് വെച്ചിട്ടുണ്ട്, കണ്ടോ. പിന്നെ അവർക്ക് അവരുടെ പിന്നാലെ തന്നെ ഫോളോ ചെയ്ത് പോയില്ലെങ്കിലും നമ്മൾ ലോസ്റ്റ് ആയി പോകും. അതുകൊണ്ട് അവരെപ്പോഴും എൻഷുർ ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ പോയിന്റ് എത്തുമ്പോൾ ബാക്കി ബാക്കിലുള്ള ആൾക്കാർ വരുന്നുണ്ടോ ഇല്ലയോ. ഫുൾ എല്ലാ ആൾക്കാരും വന്നതിന് ശേഷം മാത്രമേ അവര് ക്ലാസ് തുടങ്ങുള്ളൂ. ശരിക്കും എന്താ അത്ഭുതം അല്ലേ, ഭൂമിന്റെ അടിയിലൊക്കെ ഇത്രയ്ക്കും എന്താ പറയാ നമ്മൾ കാണാത്ത രീതിയിൽ അല്ലെങ്കിൽ ഈവൻ ചിന്തിക്കാൻ പോലും പറ്റണേലും അപ്പുറത്തുള്ള സംഭവങ്ങളുണ്ട്. പണ്ട് ഇവര് നമ്മുടെ കടലിന്റെ അടിയില് ഡൈവേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, കടലിന്റെ അടിയിലും കടലിന്റെ മേലെ, അതായത് കരയിലുള്ളതിനേലും കൂടുതൽ സുന്ദരമായതും അതിലും കൂടുതലായിട്ടുള്ള കാഴ്ചകളുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഭൂമിയുടെ അടിയിൽ ഇതുപോലത്തെ സംഭവങ്ങൾ ഇനിയും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത സംഭവങ്ങളുണ്ടാവും. ഈ ഒരു സംഭവം കണ്ടോ, ഇതിനകത്ത് ഈ കാവേൺസിന്റെ ഉള്ളിൽ ലേക്ക് പോലെയൊക്കെ ഉണ്ട്, അതായത് വെള്ളം മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വന്നിട്ട്
ഇങ്ങനെ താഴെ വന്ന് കിടന്നൊരു പോണ്ട് പോലെ, ഒരു ചെറിയ ലേക്ക് പോലെയൊക്കെ വന്ന് കിടക്കണത്. ഈ ലൈറ്റിന്റെ കളറ് ഞാൻ ആദ്യം ഇവരുടെ ഫോട്ടോ കണ്ടപ്പോൾ വിചാരിച്ചു ഇത് നാച്ചുറൽ ലൈറ്റ് ആണ്. ശരിക്കും നാച്ചുറൽ ലൈറ്റ് അല്ല കേട്ടോ, ഇത് ഇവര് വെച്ചാണ് ലൈറ്റാണ് നമ്മളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി. പക്ഷെ അത് തന്നെ അത് എന്ത് ഭംഗിയല്ലേ. നമ്മളൊക്കെ ശരിക്കും ചിന്തിക്കുമോ ഇത്രയും കളർഫുൾ ലൈറ്റ് ഒക്കെ വെച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഓരോ ഫോർമേഷനും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ടായിരുന്നു അതിന്. ശരിക്കും നമ്മുടെ പള്ളികളിലൊക്കെ മെഴുതിരി ഉണ്ടാവില്ലേ, മെഴുതിരി ഒലിച്ചിറങ്ങിയ പോലെ, ശരിക്കും അതേ ടെക്സ്ചർ ആയിരുന്നു. ഇവൻ തൊടുമ്പോഴടക്കം അതുപോലെയായിരുന്നു. ഓരോ ഗുഹയുടെ ഉള്ളിൽ 2-3 ഗുഹകൾ വേറെ. ശരിക്കും ഇവരുടെ ആ ഒരു ഗൈഡൻസ് ഇല്ലാതെ നമ്മൾ തന്നെ പോയ എന്തായാലും അതാണ് ഞങ്ങൾ ആ കുട്ടീനെ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് പോയിരുന്നു. ചില സ്ഥലങ്ങൾ ഫോർമേഷൻസ് കണ്ടോ, ഇങ്ങനെ ഗ്ലിറ്റർ ചെയ്യണ കണ്ടോ, അത് ഏകദേശം ഡയമണ്ട് പോലെ ഉണ്ടായിരുന്നു അന്ന്. അത് ഈ ലൈം സ്റ്റോൺ ഫോർമേഷൻസിന്റെ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ഈ കാൽഷ്യം കാർബണേറ്റ് സെഡിമെന്റ് ചെയ്ത് ഇങ്ങനെ തിളങ്ങണതാണത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവശരായി. അതിൻ്റെ ഉള്ളിൽ കുറേ നടക്കാനുണ്ടായിട്ടോ. അത് കഴിഞ്ഞത് ഇപ്പൊ യൂണിയൻ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്തൊരു സ്ഥലത്ത് വന്ന് ഫുഡ് കഴിക്കാൻ വന്നേക്കാം. ഇവിടെ എല്ലാ ടൈപ്പ് കുസിനും ഉണ്ടോ. ഇവിടെ ഇന്ത്യൻ അടക്കമുണ്ട്. ഇന്ത്യൻ പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. ദോശയൊക്കെ ഉണ്ടായിരുന്നു. യൂണിയൻ മാർക്കറ്റിന്റെ മേലെയാണ്. നല്ല രസമുണ്ടായി. ഓപ്പൺ എയർ മേലെ മറ്റേ ടെറസ് ആയിരുന്നു. ഇങ്ങനെ ഫുൾ ലൈറ്റ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് എന്തെങ്കിലും ഇവന്റ് ഒക്കെ ഓർഗനൈസ് ചെയ്യണമെങ്കിൽ നല്ല രസമാണ്. പക്ഷെ അന്ന് ഭയങ്കര തണുപ്പായിരുന്നു. ഞങ്ങള് ഒരു വിധത്തിൽ അവിടുന്ന് ഓടിച്ചാടി രക്ഷപ്പെട്ട്. ലാസ്റ്റ് സെൽഫി ഒരെണ്ണം എടുക്കാനുള്ള തത്രപ്പാടിലാണ്. അങ്ങനെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ വ്ളോഗ്. അപ്പം എല്ലാവർക്കും ഒരു ബ്ലെസ്ഡ് ഡേ ആശംസിക്കുന്നു. ഡു സപ്പോർട്ട് us. താങ്ക് യു. കീപ് വാച്ചിങ്. ബൈ. അവരെങ്ങനെ പോണം?